ഒരു മനുഷ്യനെ തകർക്കാനായേക്കാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും ചെറുകഥാകൃത്തും 1954 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ ഏണസ്റ്റ് ഹെമിംഗ്വേയ്ക്ക് പുലിറ്റ്സർ സമ്മാനം കിട്ടിയ ഒരു ചെറു നോവൽ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീയിലെ വളരെ വിഖ്യാതമായ ഒരു വാക്യമാണിത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന, ജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നവർക്കുള്ള ഒരു പാഠപുസ്തകമാണ്, ഒരു പ്രചോദനമാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, അല്ലെങ്കിൽ കിഴവനും കടലും എന്ന ഈ പുസ്തകം. ക്യൂബയിലെ ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന വൃദ്ധനായ മീൻപിടുത്തക്കാരനായിരുന്നു സാന്റിയാഗോ. അദ്ദേഹം കഴിഞ്ഞ 84 ദിവസങ്ങളിലായി മീൻ പിടിക്കാൻ കടലിൽ പോകുന്നുണ്ട്, പക്ഷേ മീനൊന്നും ലഭിച്ചില്ല. ആദ്യത്തെ ഒരു 40 ദിവസം മാനുവലിൻ എന്ന ഒരു ആൺകുട്ടി അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ അവനെ വിലക്കി. നിർഭാഗ്യവാനായ ഈ കിഴവനോടൊപ്പം പോകാതെ മറ്റ് വള്ളക്കാരോടൊപ്പം പോകാൻ അവർ അവനെ നിർബന്ധിച്ചു. മറ്റ് വള്ളക്കാരോടൊപ്പം പോയ മാനുവലിന് മീൻ ലഭിച്ചു തുടങ്ങി. പക്ഷേ തന്നെ മത്സ്യബന്ധനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച സാന്റിയാഗോയോട് അവനൊരു ആത്മബന്ധമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൻ ഗുരുവിനെ കാണാൻ വരും, ഒക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. മത്തി പിടിച്ചിട്ട് അത് ചൂണ്ടയിൽ കുരുക്കാനായി പാകത്തിന് റെഡിയാക്കി വയ്ക്കും. രാവിലെ കാപ്പിയും രാത്രി ഭക്ഷണവും ഈ സാന്റിയാഗോയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് മാനുവലിൻ ഉറപ്പ് വരുത്തും. അവർക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള ബേസ്ബാളിനെ പറ്റി രാത്രി വളരെ നേരം സംസാരിച്ചിരിക്കും. തൻ്റെ ഗുരുവിന് കഴിഞ്ഞ 84 ദിവസങ്ങളും മീനൊന്നും ലഭിച്ചില്ല എന്നുള്ളത് മാനുവലിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. 85ാമത്തെ ദിവസം സാന്റിയാഗോ ഉൾക്കടലിലേക്ക് പോകാൻ തീരുമാനിച്ചു. സാന്റിയാഗോയെ സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയ ദിവസമാണ്. എവരി ഡേ ഈസ് എ ന്യൂ ഡേ. ഭാഗ്യം വരുമ്പോൾ നാം തയ്യാറായിരിക്കണം. മാനുവലിൻ പറഞ്ഞു, എന്തായാലും ഞാൻ അങ്ങോട്ടേക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണുന്ന വള്ളക്കാരോട് പറയണം. വലിയ മീനൊക്കെ കിട്ടിയാൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. പരിചയസമ്പന്നനായ സാന്റിയാഗോ പറഞ്ഞു, ഓ അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം, എനിക്കൊരുപാട് ട്രിക്കുകളൊക്കെ അറിയാം. കടലിനോട് സാന്റിയാഗോയ്ക്കൊരു പ്രേമമാണ്. കടലിൽ ചാടിക്കളിക്കുന്ന മത്സ്യങ്ങളോടും ഡോൾഫിനുകളോടുമൊക്കെ കഥ പറഞ്ഞ് ആകാശത്തോടും തന്നോട് തന്നെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഉൾക്കടലിലേക്കുള്ള യാത്ര. ഏതാണ്ട് 1/2 ദിവസം എടുത്തു ഉൾക്കടലിലെത്താൻ. സാന്റിയാഗോയുടെ ചൂണ്ട 4 കൊളുത്തുകളുള്ളതാണ്. അതിൽ മീനെ കൊരുത്ത് കടലിലേക്കെറിഞ്ഞ് സാന്റിയാഗോ കാത്തിരുന്നു. ഇടയ്ക്ക് മാനുവലിൻ കൊടുത്തുവിട്ട ട്യൂണ ഭക്ഷിക്കുന്നുണ്ട്. മാനുവലിനെ വല്ലാതെ മിസ് ചെയ്യുന്നുമുണ്ട്. കുറേ മണിക്കൂറുകൾക്ക് ശേഷം സാന്റിയാഗോയ്ക്ക് മനസ്സിലായി തൻ്റെ ചൂണ്ടയിൽ എന്തോ പിടിച്ചിട്ടുണ്ട്. അത് ആഴത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇത്രയും ആഴത്തിലേക്ക് പോകണമെങ്കിൽ ആ മത്സ്യം വലുതും കരുത്തുള്ളതുമായിരിക്കും. സാന്റിയാഗോ പതുക്കെ മനസ്സിലാക്കി, മീൻ തൻ്റെ അടുത്തേക്ക് വരികയല്ല, തന്നെയും വള്ളത്തെയും അത് ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്തായാലും സാന്റിയാഗോ ചൂണ്ടയിലെ പിടിവിട്ടില്ല. ഒന്ന് ആഞ്ഞു വലിച്ചാൽ ചൂണ്ട പൊട്ടും. ഇടയ്ക്ക് മീനൊന്ന് ആഞ്ഞു വലിച്ചപ്പോൾ സാന്റിയാഗോയുടെ ചൂണ്ട പിടിച്ചിരുന്ന 2 കൈകളും പൊട്ടി ചോര വന്നു. ഇവർ തമ്മിലുള്ള ഈ മത്സരം 2 രാത്രിയും 2 പകലും കഴിഞ്ഞു. ഇതിനിടയിൽ സാന്റിയാഗോയും ആ മത്സ്യവുമായി ഒരു വൈകാരിക ബന്ധമൊക്കെ ആയി. സാന്റിയാഗോ അതിനെ സഹോദര എന്നൊക്കെ വിളിച്ചു തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ മീനിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. മീൻ പതുക്കെ പൊങ്ങി സാന്റിയാഗോയുടെ വള്ളത്തിന് വലം വയ്ക്കാൻ തുടങ്ങി. മീനെ കുറച്ച് അടുത്ത് കിട്ടിയപ്പോൾ സാന്റിയാഗോ തൻ്റെ ചാട്ടുളി എടുത്ത് സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ ആഞ്ഞു കുത്തി. മരണവെപ്രാളം കൊണ്ട് ഈ മത്സ്യം ഒന്ന് പൊങ്ങിച്ചാടി. അപ്പോഴാണ് ശരിക്കും സാന്റിയാഗോ ഈ മത്സ്യത്തിനെ യഥാർത്ഥത്തിൽ കാണുന്നത്. അതൊരു ഭീമാകാരമായ മാർലിൻ മത്സ്യമായിരുന്നു. അടിയിൽ നല്ല സിൽവർ കളറുണ്ടായിരുന്ന ആ മാർലിൻ മത്സ്യത്തിന് അദ്ദേഹത്തിൻ്റെ വള്ളത്തിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു. ഈ മീനിനെ തൻ്റെ വള്ളത്തോട് ചേർത്ത് വെച്ച് കെട്ടി പാമരമൊക്കെ റെഡിയാക്കി അദ്ദേഹം തിരികെ കരയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ കുറേ പ്ലാനിങ്ങുകളായിരുന്നു. അതായത്, എൻ്റെ നല്ല കാലം തെളിഞ്ഞു, ഈ മത്സ്യത്തിന് മാർക്കറ്റിൽ നല്ല വില കിട്ടും,
ഈ മത്സ്യത്തിനെ ഭക്ഷിക്കാൻ യോഗ്യരായവരാരൊക്കെയാണെന്ന് പോലും സാന്റിയാഗോ ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് ഒരു സ്രാവ് ഈ മത്സ്യത്തിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അവശനായിരുന്നെങ്കിലും, അതായത് കൈയൊക്കെ പൊട്ടി അവശനായിരുന്നെങ്കിലും തൻ്റെ പങ്കായത്തിൽ കത്തി കെട്ടിവെച്ച് ആ സ്രാവിനെ കൊന്നു. മത്സ്യത്തെ പിടിക്കാനുള്ള പോരാട്ടം കഴിഞ്ഞപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടങ്ങി. ചാട്ടുളി കൊണ്ട് മത്സ്യത്തെ കുത്തിയപ്പോൾ കുറച്ച് ബ്ലഡ് ആ കടലിൽ കലർന്നിരുന്നു. ആ ബ്ലഡിൻ്റെ മണം പിടിച്ചിട്ടാണ് ഈ സ്രാവ് വന്നത്. എന്നാൽ ഈ സ്രാവിൻ്റെ കടി ഏറ്റ് കൂടുതൽ ബ്ലഡ് കടലിലേക്ക് പോവുകയും മറ്റ് സ്രാവുകളെല്ലാം കൂട്ടത്തോടെ വരികയും ചെയ്തു. വള്ളത്തിൻ്റെ വേഗത കൂടിയപ്പോൾ സാന്റിയാഗോ തിരിച്ചറിഞ്ഞു തൻ്റെ മത്സ്യത്തിൻ്റെ ഭാരം കുറഞ്ഞു വരുന്നു. ശ്രദ്ധിച്ചപ്പോഴാണ് ഈ സ്രാവുകളെല്ലാം കൂടി കൂട്ടത്തോടെ അതിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സാന്റിയാഗോ ആ പ്രശസ്തമായ വാചകം പറയുന്നത്, ഒരു മനുഷ്യനെ തകർക്കാനായേക്കാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. അദ്ദേഹത്തിന് മനസ്സിലായി താൻ എങ്ങനെയാണ് തകർത്തെറിയപ്പെട്ടതെന്ന്. അദ്ദേഹം ആ സ്രാവുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങളെ കൊന്നുകളഞ്ഞതെന്ന്. ഈ സമയങ്ങളിൽ വൃദ്ധനെ കാണാതെ മാനുവലിനും അദ്ദേഹത്തെ നിർഭാഗ്യവാനാണെന്ന് പറഞ്ഞ് കളിയാക്കിയവരുൾപ്പെടെയുള്ള മറ്റ് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിൻ്റെയും തിരച്ചിൽ വിമാനങ്ങളുടെയും ഒക്കെ സഹായത്തോടെ വൃദ്ധനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. 3-ാം ദിവസം രാത്രി സ്കെൽറ്റണും ഹെഡും ടെയിലും മാത്രമുള്ള ആ വലിയ മാർലിൻ മത്സ്യത്തിൻ്റെ അസ്ഥികൂടവുമായി സാന്റിയാഗോ തീരത്തെത്തി. തൻ്റെ വള്ളം അവിടെ കെട്ടിയിട്ട് അദ്ദേഹം കൊടിമരമെടുത്ത് തോളിൽ വെച്ച് അവശനായി തൻ്റെ കുടിലിലേക്ക് നടന്നു. പോകുമ്പോൾ സാന്റിയാഗോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു, കടലെത്ര വലുതാണ്, ഒരു വള്ളം എത്ര ചെറുതാണ്. അങ്ങനെ വേച്ച് പോകുന്ന സാന്റിയാഗോയെ ഏണസ്റ്റ് ഹെമിംഗ്വേ ഉപമിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനോടാണ്. പിറ്റേ ദിവസം രാവിലെ കടൽ തീരത്തെത്തിയ മത്സ്യത്തൊഴിലാളികൾ 18 അടി നീളമുള്ള ആ ഗ്രേറ്റ് മാർലിൻ മത്സ്യത്തിൻ്റെ അസ്ഥികൂടം കണ്ട് അമ്പരന്ന് നിന്നു. കാരണം അവർ അന്ന് വരെ അത്രയും വലിയ ഒരു മത്സ്യത്തിനെ കണ്ടിട്ടില്ലായിരുന്നു. മാനുവലിൻ വൃദ്ധനെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം ഗാഢമായ നിദ്രയിലായിരുന്നു. കഠിനമായി മുറിവേറ്റ ആ കൈകൾ കണ്ട് മാനുവലിൻ പൊട്ടിക്കരഞ്ഞു. വൃദ്ധന് കാപ്പിയുമായി അരികിലിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം ഉണർന്നപ്പോൾ മാനുവലിൻ ഒരു പ്രതിജ്ഞ എടുത്തു. അതായത്, എൻ്റെ മാതാപിതാക്കളോ മറ്റു വള്ളക്കാരോ എന്തു തന്നെ പറഞ്ഞാലും നാളെ മുതൽ ഞാൻ അങ്ങയോടൊപ്പമായിരിക്കും മീൻ പിടിക്കാൻ പോവുക. അവശത കാരണം വൃദ്ധൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. ആ ഉറക്കത്തിലും അദ്ദേഹം കണ്ട സ്വപ്നം ആഫ്രിക്കൻ തീരങ്ങളിൽ കളിച്ചു നടക്കുന്ന സിംഹങ്ങളെയായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ യുവത്വവും കരുത്തും നമുക്ക് കാട്ടിത്തരുന്നു. ഒരു കൗൺസിലിംഗ് അനുഭവം ഓർമ്മ വരുന്നു. അതായത്, കടുത്ത മദ്യപാനവും വീട്ടിലെ ലഹളകളും മനസ്സു തകർത്ത ഒരു പയ്യൻ 8-ാം ക്ലാസ്സിൽ തൻ്റെ പഠനം നിർത്തി എന്തെങ്കിലും ജോലി അന്വേഷിച്ചിറങ്ങി. ഒരു ദിവസം വഴിയിൽ വെച്ച് അവൻ്റെ അധ്യാപിക അവനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നീ എന്തെങ്കിലും ജോലി ഭാവിയിൽ അന്വേഷിച്ച് പോയാലും 8-ാം ക്ലാസ് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റെങ്കിലും കയ്യിൽ വേണ്ടി, നീ എക്സാം എഴുതൂ, ഞാൻ പാസ്സാക്കാം. അങ്ങനെ അവൻ എക്സാം അറ്റൻഡ് ചെയ്തു. 8-ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കാൻ ആഗ്രഹം. അങ്ങനെ 9, 10, 11, 12 ക്ലാസ്സുകളിലെ പഠനം കഴിഞ്ഞ് ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഗൾഫിൽ ജോലിക്ക് പോയി. അതിനിടയിൽ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഓവർ തിങ്കിങ് കാരണം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സെൻറ്റിമെൻ്റലാകുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം എന്നെ സമീപിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഷനായ നഴ്സിംഗ് പഠനത്തിന് പണം സ്വരുക്കൂട്ടുന്ന തിരക്കിലാണ്. ബാംഗ്ലൂരിൽ ഒരു നഴ്സിംഗ് സ്കൂളിൽ നഴ്സിങ്ങിനുള്ള അഡ്മിഷൻ റെഡിയാക്കി വെച്ചു. തോൽക്കാൻ മനസ്സില്ലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. വൺസ് അഗെയിൻ, എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്.